നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് വിളിക്കുന്നു. ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം പറയട്ടെ. ഞാൻ ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രേണുസുതി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ താഴെ ഒന്ന് രേണുസുതി കമന്റ് ചെയ്തത് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ രേണുസുതി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ. ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. സോ ഫൈൻ. ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവോ, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുതി എത്തി. മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നതും. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇതിന്റെ കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ വേണമെങ്കിൽ ഉണ്ട്. എന്തായാലും രേണുസുതിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം, ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ആങ്കർ പറഞ്ഞൊരു കാര്യം. ഇവരും രേണുസുതിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേയധികം പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് ഇവരെല്ലാം പ്ലാൻഡാന്ന് എല്ലാവരും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും ഗസ് ചെയ്തതാണ്. പക്ഷേ കുറേയധികം പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ രേണുവിന് അറിയത്തില്ല, ഇങ്ങനെ മനഃപൂർവ്വം ചോദിച്ചതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആങ്കർ തന്നെ ഈ ഒരു കാര്യം പുറത്ത് വിട്ടേക്കുവാണ്. രേണുവും കൂടെ പറഞ്ഞിട്ടാണ്, അതായത് രേണു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, ചോദിക്കുന്ന സമയത്ത് ബോൾഡായിട്ട് രീതിയിൽ തന്നെ ചോദിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ ചോദിച്ചത്. രേണുവിന് ഇത് അറിയാമായിരുന്നു. ഞങ്ങൾ ചിരിച്ച് കളിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇൻ്റർവ്യൂ തുടങ്ങിയത്. അതിനുശേഷവും ഇൻ്റർവ്യൂ അവസാനിച്ചപ്പോഴും കെട്ടിപ്പിടിച്ച് ചിരിച്ചതിന് ശേഷമൊക്കെയാണ് പോയത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു നല്ലൊരു ആക്ടറാണ്, അഭിനേതാവ് ആവണം എന്നുള്ളതാണ് രേണുവിൻ്റെ ആഗ്രഹമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ രേണു അത് നിറവേറ്റി എന്നുള്ളൊരു കാര്യം, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 നമ്പർ അഭിനേതാവായിട്ട് മാറും, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ജീവിതത്തിലെ ഇങ്ങനെ അഭിനയിക്കുവാണെങ്കിൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ എന്താണ് പാട്? ഇത്ര ബെസ്റ്റായിട്ട് അഭിനയിക്കാൻ വേറെ ആരെ കൊണ്ട് പറ്റത്തില്ല. എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ കുറേയധികം പേര് വിശ്വസിച്ചവരുമുണ്ട്. അതിലൊരു ഡൗട്ടും ഇല്ല. രേണുസുതി അഭിനയത്തിൽ നല്ല രീതിയിൽ പോകുന്നു, ഒരു ഡൗട്ടും വേണ്ട. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിച്ചിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇതുപോലത്തെ ഓരോ ദിവസവും പ്രശ്നങ്ങൾ, അതായത് ഓരോ ന്യൂസ് രേണുസുതിയെ പറ്റി രേണുസുതി തന്നെ ഉണ്ടാക്കുവാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി എന്ത് ന്യൂസ് വന്നാലും അത് അവർക്കറിയാം ഇതൊക്കെ പ്രശ്നങ്ങൾ വരും, പക്ഷെ ഞാനിത് പ്രശ്നങ്ങളാക്കും, എന്നാലേ എന്നെപ്പറ്റി ആൾക്കാരെ അറിയൂ, റീച്ച് കയറത്തുള്ളൂ, എന്നെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, അതെനിക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യം രേണുവിനറിയാം. അത് രേണു ചെയ്യുന്നുണ്ട്. എന്തായാലും രേണു ചെയ്യുന്നത് കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ആൾക്കാർക്ക്. ഇതുകൊണ്ട് തന്നെ മനസ്സിലാവും ഈ പുള്ളിക്കാരൻ നല്ലോണം അഭിനേതാവാണ്. നമ്മുടെ സിനിമയിലൊക്കെ ചിലപ്പം ചാൻസ് കിട്ടും. ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ട ആരെ വിളിക്കാതിരിക്കുന്നത്? പക്ഷേ രേണു അറിയേണ്ട ഒരേ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എത്ര നാൾ പോവും, ഇതേ കണക്ക് എത്ര നാൾ ചെയ്യും? ഒരു ദിവസം ഇതിനെല്ലാം തിരിച്ചടി കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇതേ കണക്ക് ചെയ്യുന്നതിന് സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേരാണ് ഇതേ കണക്ക് കളഞ്ഞു കുളിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂ, അതായത് ഇതെല്ലാം സെറ്റപ്പാണ്, റിവ്യൂസാണ്, എല്ലാം ഓക്കെ, എന്നാൽ പോലും ഇതേ കണക്ക് വന്നിരുന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വിശ്വസിച്ചു അത്ര നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല അഭിനയത്തിന് നല്ല ചാൻസും നല്ലൊരു ഫ്യൂച്ചറൊക്കെ ഉണ്ട്. അത് ഉറപ്പായിട്ടും രേണുവിന് നല്ല രീതിയിൽ ജീവിതത്തിൽ നല്ല ഒരു അഭിനേതാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് കുറേയധികം പേര് വിശ്വസിച്ചവരുണ്ടായിരിക്കും, ഇല്ലാത്തവരും ഉണ്ട്. എൻ്റെ കഴിഞ്ഞ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ വന്ന് ഇതൊക്കെ അഭിനയമെന്ന് പറഞ്ഞവരും ഉണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.